ഇവിടെ ആരും ഇല്ലേ? ഓ, മനസ്സിലായില്ലല്ലോ. ആരാ? ഇത് നളിനിയുടെ വീടല്ലേ? അതെ, ഞാൻ നളിനിയുടെ അമ്മ. എന്റെ പേര് രാജമ്മ. എന്റെ പേര് സരോജം. ഞാൻ കരുണാലയത്തിലെ സുകുമാരന്റെ ഏറ്റവും ഇളയ അനുജത്തി. എന്റെ മോനെ കുറിച്ച് കേട്ട് കാണും, പ്രസാദ് കരുണാലയം. അയ്യോ, ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ഇരുന്നാട്ടെ. ഇവിടെ സൗകര്യങ്ങളൊക്കെ ഇത്തിരി കുറവാ. ഇരിക്കും. അത് മാറ്റി വെക്കും. നീയാണോ നളിനി? അതെ, എനിക്കും എന്റെ മോൾക്കും അദ്ദേഹത്തിന്റെ ബന്ധുക്കളിൽ സുശീല ചേച്ചിയും സുഭദ്രയും മാത്രമേ പരിചയമുള്ളൂ. എന്നോടോ എന്റെ ചേച്ചി ലളിതയോടോ എന്റെ മകൻ പ്രസാദിനോടോ ആലോചിച്ചിട്ടല്ലല്ലോ ഈ കല്യാണം ഫിക്സ് ചെയ്തത്. എങ്കിലും ഞാനിപ്പോ വന്നത് നളിനിയെ ഒന്ന് കാണണം എന്ന് തോന്നിയതുകൊണ്ടാ. ഈ കാര്യങ്ങളൊന്നും എനിക്കറിഞ്ഞൂടാ. പറയേണ്ടവർ പറഞ്ഞാലല്ലേ അറിയൂ. അമ്മ എന്തിനാ നിന്ന് കൈക്രിയെ കാണിക്കുന്നത്? വീട്ടിൽ പഞ്ചസാര തീർന്നു പോയിന്ന് പറയാൻ എന്തിനാ മടിക്കുന്നത്? എന്തിനാ പഞ്ചസാര? ചായയോ കാപ്പിയോ എടുക്കാനാണെങ്കിൽ വേണ്ട. ഞാനിത് രണ്ടും കഴിക്കാറില്ല, ജ്യൂസേ കുടിക്കൂ. അതെ, മോള് നല്ല സുന്ദരിയാട്ടോ. ഈ നളിനിയെ കെട്ടാൻ പോണ സുകുമാരനെ 3 പെങ്ങന്മാരുണ്ടെന്നറിയാം. ഇപ്പൊ 2 പേരെ കണ്ടു. സത്യം പറയാലോ, കൊച്ചേട്ടന്റെ നിർബന്ധം കൊണ്ട് മാത്രം എന്റെ വല്യേച്ചി സുശീല ഈ കല്യാണത്തിന് സമ്മതിച്ചത്. മരണം വരെ സുകുമാരൻ കൊച്ചേട്ടൻ കെട്ടാത്തടിയായി നിൽക്കുമെന്നായിരുന്നു ചേച്ചിയുടെ വിചാരം. അതുകൊണ്ടല്ലേ കൊച്ചേട്ടന്റെ വീതവും ചേച്ചിയുടെ വീതവും ഒരുമിച്ചിട്ടത്. കല്യാണം കഴിഞ്ഞാൽ ദേ കയ്യിൽ വെച്ച് അനുഭവിക്കുന്ന സ്വത്തിന്റെ നേർപകുതി കൊച്ചേട്ടന്റെ പേരിലേക്ക് മാറ്റണ്ടേ? അപ്പോ അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. അങ്ങനെ വരട്ടെ. അല്ല, ഇനിയിപ്പോ കല്യാണം കഴിയുമ്പോഴേ സുശീല സ്വത്ത് പിരിച്ചു തന്നില്ലെങ്കിലോ? അതുകൊണ്ടാ കല്യാണത്തിന് മുമ്പ് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത്, നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ. സ്വത്തും പണവും നോക്കിയല്ല ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. ഇങ്ങനൊരു വിവാഹം കഴിച്ച് എന്റെ മോളെ പണക്കാരിയാക്കണമെന്ന മോഹവും എനിക്കില്ല. ശാസ്താ ക്ഷേത്രത്തിൽ വെച്ച് ദിവ്യമോള ആദ്യം അദ്ദേഹത്തെ പരിചയപ്പെട്ടത്. അദ്ദേഹത്തിന് എന്നോട് ഇഷ്ടമുണ്ടെന്ന് എനിക്കും ബോധ്യമായി. പക്ഷേ സുശീല ചേച്ചി സുഭദ്രയും ഇവിടെ വന്ന് നിർബന്ധിച്ചതിന് ശേഷമാണ് കല്യാണത്തിന് സമ്മതം മൂളിയത്. അതെല്ലാം വെറും വേഷം. ഇവിടെ വന്ന് ഇഷ്ടം പറഞ്ഞിട്ട് നേരെ വീട്ടിൽ ചെന്നപ്പോ ചേച്ചിയുടെ മട്ടും ഭാവവും മാറി. ഈ ബന്ധം നമുക്കൊട്ടും ചേർന്നല്ല, കൊച്ചേട്ടൻ നളിനിയെ മറന്നേര് എന്നാ പറഞ്ഞത്. ഇവിടെ വന്ന് ഇഷ്ടം പറഞ്ഞിട്ട് നേരെ വീട്ടിൽ ചെന്നപ്പോ ചേച്ചിയുടെ മട്ടും ഭാവവും മാറി. ഈ ബന്ധം നമുക്കൊട്ടും ചേർന്നല്ല, കൊച്ചേട്ടൻ നളിനിയെ മറന്നേര് എന്നാ പറഞ്ഞത്. കൊച്ചേട്ടൻ ആത്മഹത്യ ചെയ്യാൻ പോയി. പിന്നെ ഞങ്ങളെയൊക്കെ വന്ന് കണ്ടു. ഗത്യന്തരം ഇല്ലാതെയാ ചേച്ചി മുഹൂർത്തം നിശ്ചയിച്ചത്. കൊലയ്ക്ക് കൊത്തുന്നത് ശരിയല്ല എന്ന് വെച്ച് സത്യം പറയാതിരിക്കാൻ പറ്റൂ? അതെ, സുശീല ചേച്ചിയുടെ പഴയ കഥകളൊന്നും നിങ്ങൾക്കറിയില്ലല്ലോ. വല്യേട്ടനെ മാനം കെടുത്തി ജാതിയിൽ കുറഞ്ഞവന്റെ കൂടെ ഒളിച്ചോടിയവളാ എന്റെ ചേച്ചി. അതെ, ആ ബന്ധത്തിലുള്ള മോള സുഭദ്ര. പിന്നെ വല്യമ്മാവന്റെ ഭാര്യയാണെന്നും പറഞ്ഞ് കേറി വന്ന ആ പട്ടത്തെയും സുശീല ചേച്ചിയും കൂടി എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടത്തിയ ഒടുവില് ഭാഗം നടന്നത്. പാവം കൊച്ചേട്ടന് വല്ലതും അറിയാമോ? അങ്ങനെ ആ പട്ടത്തെ സ്വാധീനിച്ച കൊച്ചേട്ടന്റെ സ്വത്തും കൂടെ ചേച്ചി സ്വന്തമാക്കിയത്. എന്റെ പൊന്നു മോളെ, ഈ വക കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഏതായാലും സരോജക്കുഞ്ഞൂടെ വന്നത് നന്നായിട്ടാ. അല്ല, അദ്ദേഹത്തിന്റെ സ്വത്ത് സുശീല ചേച്ചി സ്വന്തമാക്കിയെന്ന് പറയുന്നത് ശരിയാണോ? 2 പേരുടെ സ്വത്ത് ഒരുമിച്ചിട്ടിരിക്കുന്നു പറഞ്ഞ രണ്ടും ഒരാളിന് സ്വന്തമായെന്ന് അർത്ഥമില്ലല്ലോ. ഓ, നളിനി ഇപ്പോ സുശീലയുടെ സുഭദ്രയുടെയും വലയിൽ വീണ് കിടക്കുക. സ്വന്തം പല്ലിന്റെ ഇടകുത്തി മണപ്പിക്കുന്ന ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഒന്നും പറയുന്നില്ല. കല്യാണം കഴിയുമ്പോ മനസ്സിലാവും. അണ്ടിയോട് അടുക്കുമ്പോഴല്ലേ മാങ്ങയുടെ പുളി അറിയൂ. ഞാൻ ഇറങ്ങുക. അയ്യോ എന്റെ മോളെ,
ഞങ്ങളെ വീട്ടിൽ ആദ്യമായിട്ട് വന്നിട്ട് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ. ഒന്നും വേണ്ട. ഇപ്പോ മണി 5 ഞാൻ ആപ്പിൾ ജ്യൂസ് കുടിക്കുന്ന സമയം. അപ്പൊ ശരി. നല്ല ആത്മാർത്ഥതയുള്ള കൊച്ച്. എന്ത് ആത്മാർത്ഥത! സ്വന്തം ചേച്ചിയെ കുറിച്ച് നാത്തൂനാകാൻ പോകുന്ന പെണ്ണിനോട് ഇത്രയും മോശമായി സംസാരിക്കുന്നതാണോ ആത്മാർത്ഥത? എടി, നമ്മളെ സഹായിക്കുന്നവരാണ് നമ്മുടെ ബന്ധുക്കള്. ദേ, സുകുമാരന്റെ സ്വത്ത് കൂടി കയ്യിൽ വെച്ച് അനുഭവിക്കാൻ വേണ്ടിയുള്ള അടവാണോ സുശീല ചേച്ചി സുഭദ്ര ഇപ്പൊ നിന്നോട് കാണിക്കുന്ന സ്നേഹം ആർക്കറിയോ? ഒരു കാര്യത്തിൽ എനിക്ക് സംശയമേ ഇല്ല. എന്ത് കാര്യം? ഇപ്പൊ വന്നിട്ട് പോയ ആന്റി മഹാകുശുംബിയാ, അസൂയക്കാരിയാ. അമ്മുമ്മേ, സമയം 5 ഞാൻ ചായ കുടിക്കുന്ന ടൈം. അതിന് പഞ്ചസാരി പാലും എവിടെ? നിന്റെ തള്ളയോട് കാശ് തരാൻ പറ. വേണമെങ്കിൽ ഒരു ചേഞ്ചിന് വേണ്ടി ഞാൻ മധുരമില്ലാത്ത കട്ടൻ ചായ കുടിക്കാം. അമ്മ എന്തിനാ കരയുന്നത്? നാളെ അമ്മയുടെ കല്യാണമല്ലേ? ഈ രാത്രി അമ്മ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? എന്റെ മനസ്സിൽ വല്ലാത്ത കുറ്റബോധം തോന്നുന്നു മോളെ. എന്തിന്? ഞാനും കൂടെ നിർബന്ധിച്ചത് കൊണ്ടല്ലേ അമ്മ സമ്മതിച്ചത്. പിന്നെന്താ? ഒന്നും വേണ്ടിയിരുന്നില്ല. നമുക്ക് നമ്മുടെ ഈ എളിയ ജീവിതം തുടർന്നാൽ മതിയായിരുന്നു. അമ്മ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കാതെ. നാളെ നല്ല ദിവസമാണ്. നാളെ മുതൽ നടക്കാനിരിക്കുന്ന എല്ലാം നല്ലത്. അങ്ങനെയാ ഞാൻ വിചാരിക്കുന്നത്. അവര് വരൂന്ന് പറഞ്ഞ സമയം കഴിഞ്ഞുവല്ലോ. നമ്മൾ വളരെ നേരത്തെ വന്നു. ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ കുറെ കൂടി കഴിഞ്ഞ് ഇറങ്ങിയാൽ മതിയെന്ന്. 11 മണിക്കല്ലേ മുഹൂർത്തം. അമ്മമ്മ ഇങ്ങനെ വെപ്രളം കാട്ടാതെ അവിടെ പോയി ഇരിക്ക്. അല്ല, ഇനിയിപ്പോ അവര് വരാതിരുന്ന് കളയോന്ന എന്റെ പേടി. എഴുത്തടിച്ച് നാട്ടുകാരെ ക്ഷണിച്ച് നടത്തുന്ന കല്യാണമൊന്നും അല്ലല്ലോ. വാക്ക് മാറിയ നമുക്ക് തലയും കുനിച്ച് തിരിച്ചു പോവാനേ പറ്റുള്ളൂ. അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അമ്പലത്തിൽ പോയി സ്വൈരം തരില്ലെന്ന് വെച്ചാ. എന്റെ ദേവി, ഇപ്പോഴാ മനസ്സിൽ തീയൊന്നണഞ്ഞത്. നിങ്ങൾ വന്നിട്ട് അധികം നേരം ആയില്ലല്ലോ. ഇല്ല ചേച്ചി, ഞങ്ങൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഞങ്ങൾ വന്ന് അമ്പലത്തിനകത്ത് കയറി തൊഴുതു, 3 പ്രദക്ഷിണവും വെച്ചു. കല്യാണം കഴിഞ്ഞ് പെണ്ണും ചെറുക്കനും കൂടി ഒരുമിച്ച് ശ്രീകോവിൽ കയറി തൊഴണം. അങ്കിൾ എന്താ ഇങ്ങനെ നാണിച്ചു മാറി നിൽക്കുന്നത്? ഇനി അങ്കിളെന്നല്ല, അച്ഛനെന്നാ വിളിക്കേണ്ടത്. അതെ, നാളെ മുതൽ നിങ്ങൾ രണ്ടുപേരും അച്ഛനും മകളും ആയിരിക്കും. ഓ, വിളിയിലൊന്നും ഒരു കാര്യമില്ല. പെരുമാറ്റമാണ് പ്രധാനം. ആ 25 lakhs ഡ്രാഫ്റ്റ് എടുത്ത് അയച്ചാൽ മതി. ആ ഇല്ല, ഞാൻ അവിടെ ഒപ്പിട്ട് വെച്ചിട്ടുണ്ട് ചെക്കൊക്കെ. വണ്ടി ഒതുക്കിയിട് കേട്ടോ, ഒതുക്കിയിട്. ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കൂ. ഡ്രാഫ്റ്റ് മതി, ചെക്ക് നേരിട്ട് അയക്കണ്ട. ക്ലോസ്ഡ് ചെക്കൊന്നും വേണ്ട. ആ അതെ, അഡ്രസ്സ് ഞാൻ കൃത്യമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നോക്കി അക്കൗണ്ട് നമ്പറും നോട്ട് ചെയ്ത് അതങ്ങ് അയച്ചാൽ മതി. കൂടുതൽ ഇങ്ങോട്ട് സംസാരിക്കണം, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി. ഓക്കെ? ആ ശരി.
കൊച്ചെ അങ്ങോട്ട്. ഞാൻ എന്റെ സരോജമോളും വരുന്നത് കാത്തു നിൽക്കുമായിരുന്നു. വളയും മാലി ഒരു രാജകുമാരി. എന്തൊരു ഭംഗിയാ മോളെ കാണാൻ. നളിനിയെ കണ്ടില്ലേ, ഒരു പട്ടുസാരി പോലും എടുക്കാതെ സെറ്റ് സാരി എടുത്തോണ്ട് നിൽക്കുന്നത്. എന്റെ മോള് തന്നെയാ, പറഞ്ഞിട്ട് എന്താ കാര്യം. സരോജ മോള കല്യാണ പെണ്ണെന്ന് പരിചയമില്ലാത്തവര് കണ്ടാ തെറ്റിദ്ധരിക്കും. അമ്മേ, താലി കെട്ട് കഴിഞ്ഞാൽ ആ നിമിഷം നമുക്ക് പോകണം. 10-30 പേർക്ക് ഊണോ കാപ്പിയോ മറ്റേ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടു. ദേ, നമ്മൾ അതിനൊന്നും നിൽക്കണ്ട. കല്യാണം കഴിഞ്ഞ ഉടൻ പോകുന്നു. എനിക്ക് ഒരുപാട് ജോലിയുള്ളതാ. ഈ സുന്ദര കുട്ടനാണോ സരോജമോളുടെ മോൻ? ഗന്ധർവനെ പോലെ. നല്ല മിടുക്കനാണെന്ന നാട്ടുകാരെല്ലാരും പറയുന്നത്. തൊടുന്നതെല്ലാം പൊന്നാണ് പോലും. ഞാനിന്ന് ഡൽഹിയിലേക്ക് ഫ്ലൈ ചെയ്യേണ്ടതായിരുന്നു. പിന്നെ അമ്മ നിർബന്ധിച്ചോണ്ടാ യാത്ര മാറ്റിവെച്ചത്. പൊട്ടനാണെങ്കിലും അമ്മാവനായി പോയില്ലേ. അതെ, ഞാൻ പറയുന്നതാ എന്റെ മോന് വേദവാക്യം. നല്ല അടുപ്പമുള്ള മട്ടിലാണല്ലോ ഇവര് സംസാരിക്കുന്നത്. ഇവര് തമ്മിൽ എങ്ങനെ പരിചയപ്പെട്ടു? ഒരു ദിവസം ആ ആൻറ്റി ഞങ്ങളുടെ വീട്ടിൽ വന്നു. അമ്മമ്മയ്ക്കാണെങ്കിൽ ഒരുപാട് ആഭരണങ്ങളിട്ട് പട്ടുസാരി ഉടുത്ത് നടക്കുന്നവരെ കണ്ട വലിയ ഇഷ്ടമാണ്. എന്തൊക്കെയാ ആൻറ്റി പറഞ്ഞത്? മോളെ, ഈ സമയത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട. അമ്മേ, പിന്നെ പ്രാർത്ഥിക്കാം. മുഹൂർത്തത്തിന് സമയം. ആര് വന്നില്ലെങ്കിലും ചേച്ചി വരുമെന്ന് എനിക്കറിയായിരുന്നു. പ്രഭയ്ക്ക് അസുഖമൊന്നുമില്ലല്ലോ? ഇല്ല. ആദ്യം ഞാൻ പെണ്ണിനെ ഒന്ന് പരിചയപ്പെടുത്താം. നളിനി പരിചയപ്പെടാൻ വന്നതാ. സൗദാമിനി ചേച്ചി, സുനിലിന്റെ അമ്മയാ. ചേച്ചിയെ ഞാൻ അമ്പലത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഞാൻ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് വീട്ടിലല്ല, അമ്പലങ്ങളിലാണ്. സുനിലെ, ഇങ്ങോട്ട് വാ. പ്രഭ, വാ. ഇതെന്റെ മകൻ സുനില്. ഇവൾ പ്രഭ. ഇപ്പോൾ ഇവളെന്റെ മകളാണ്. അതെ, ഇവള് ഏത് വകയില നിങ്ങളുടെ മോളാവുന്നത്? മോളും അല്ല, മരുമോളും അല്ല. ഇല്ലീഗൽ ഡോട്ടർ ഇൻ ലോ എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് മറിക്ക. ഇവള് എന്റെ മരുമകളാ. ഇവളിപ്പൊ ഗർഭിണിയാ. എന്റെ മകന്റെ കുഞ്ഞാണ് ഇവളുടെ വയറ്റിൽ. അച്ഛൻ ഇതാണ്. എടാ, ഇപ്പൊ ഞാൻ നിന്റെ ചെലവിലല്ല ജീവിക്കുന്നത്. അത് മനസ്സിൽ വെച്ച് വേണം സംസാരിക്കാൻ. പിന്നെ ഞാൻ നിന്റെ അച്ഛനാണെന്ന് ആര് പറഞ്ഞു? തെളിവല്ലതുണ്ടോ നിന്റെ കയ്യിൽ? നീ മറ്റേ ടെസ്റ്റ് നടത്തി നോക്കൂ. എന്തോന്നാടാ അതിന്റെ പേര്? കൊച്ചു തന്തയെന്നറിയപ്പെടുന്നവന്റെ തന്നെയാണോ എന്നറിയാനുള്ള ടെസ്റ്റ്. അത് തന്നെ. നിന്റെ അമ്മയോട് പറ, എന്റെ ചോരയെ നിന്റെ ചോരയെ എടുത്ത് ആ ടെസ്റ്റ് നടത്തി നോക്കും. അത് കഴിഞ്ഞിട്ട് നീ എന്നെ അച്ഛാന്ന് വിളിച്ചാ മതി. അമ്പലമായതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു, സംസ്കാരമില്ലാത്ത മനുഷ്യൻ. എടി, നിന്റെ സംസ്കാരത്തിന്റെ കഥ ഞാൻ ഇവിടെ കഥാപ്രസംഗമായിട്ട് നടത്തിയ ആൾ ഇനിയും കൂടും. അമ്മയും മോനും കാണിക്കുന്ന പൊങ്ങച്ച മുഴുവൻ പൊളിഞ്ഞ് താഴെ വീഴും. എനിക്കിനി ഒന്നും നോക്കാനില്ലടി.
ഇനി ഇവിടെ നിന്ന് ഒരു അക്ഷരം അമ്മയോ മോനോ പറഞ്ഞ അടിച്ചാൻ കർണം പോയി. അനിരുദ്ധ, ആളുകൾ ശ്രദ്ധിക്കുന്നു. വാ പറയട്ടെ, വാ. താനവിടെ നിൽക്കണോ? നീ എന്താ മോളെ ഒരു പരിചയം പോലും കാണിക്കാതെ ഇങ്ങനെ ഒതുങ്ങി മാറി നിൽക്കുന്നത്? അമ്മയ്ക്ക് ഇപ്പൊ തലേ വെച്ചുകൊണ്ട് നടക്കാൻ പുതിയ മരുമകളുണ്ടല്ലോ. കോമളം, എനിക്കൊരു മരുമകളേ ഉള്ളൂ, അത് നീയാണ്. എൻ്റെ മോൻ സുനിലിന് ഒരു ഭാര്യയേ ഉള്ളൂ, അതും നീ തന്നെ. പിന്നെ പ്രഭയുടെ കാര്യം, എനിക്കവൾ മകളെപ്പോലെയാണ്. ഗർഭിണിയായ അവളെ ഭർത്താവും സ്വന്തം അച്ഛനും ഉപേക്ഷിച്ചപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ അവളെ താമസിപ്പിച്ചു. പക്ഷെ നാട്ടുകാരതൊന്നും അല്ല പറയുന്നത്. നാട്ടുകാർ പലതും പറയും, പക്ഷെ എനിക്ക് പ്രധാനം എൻ്റെ മനസാക്ഷിയാണ്. അല്ല, ലളിതയെ മാത്രം കണ്ടില്ലല്ലോ. അത് പിന്നെ അമ്മ വളരെ ബിസിയല്ലേ, എസ്റ്റേറ്റ് കാര്യത്തിന് വേണ്ടി പോയിരിക്കുക. അങ്ങനെ നീ പറയുന്നു, പക്ഷേ നാട്ടുകാർ ലളിതയെക്കുറിച്ച് പലതും പറയുന്നു, അതും ഞാൻ ശ്രദ്ധിക്കാറില്ല.